നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചടങ്ങൊടുങ്ങ ഇനി സമയമുണ്ട്, നമുക്ക് പോവാം. വേണ്ട ശ്യാമേട്ട, ആലോചിച്ചപ്പോ നമ്മൾ ഇങ്ങനെ റിസ്ക് എടുത്ത് പോകേണ്ട കാര്യമില്ലെന്ന് തോന്നി. ഇതിലിപ്പോ റിസ്ക് ഒന്നുമില്ല. ട്രിപ്പ് പോകാനുള്ള 2 വണ്ടി അയച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരുന്നവരെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതല്ല ശ്യാമേട്ട, ശബരിയേട്ടനും ദേയും മനഃപൂർവ്വം അമ്മയെ ക്ഷണിക്കാതിരുന്നതാ. അത് അമ്മയ്ക്കും അറിയാം. എന്നിട്ടും അമ്മ ചടങ്ങിന് പോയത് എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട. മിക്കവാറും അവിടുന്ന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? അല്ല, എന്ത് പ്രശ്നം? അവിടെ അനുവേട്ടത്തെയും ഏട്ടത്തിയുടെ അച്ഛനും ഒക്കെ വരുന്നല്ലേ. അവരെ കാണുമ്പോഴേ അമ്മയുടെ രക്തം തിളയ്ക്കുന്ന ശ്യാമേട്ടനെ അറിയാലോ. കൂട്ടത്തില് ചടങ്ങിന് ക്ഷണിക്കാത്തവരെയും കൂടി ചേർത്ത് അമ്മ അവിടെ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടാക്കാതിരിക്കത്തില്ല. വെറുതെ നമ്മളും കൂടി അവിടെ പോയി നാണം കിടന്ന് എന്തിനാ? അത് ശരിയാ. നമുക്ക് വേണമെങ്കിൽ വേറൊരു ദിവസം ശബരിയുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ കാണാം. ശേ, ഇന്ദ്രേട്ടന്റെ കാര്യമാ കഷ്ടം. അവിടെ വെച്ച് അനുചേച്ചിയും വിച്ചുമോനെയും കാണാന്നുള്ള പ്രതീക്ഷയിലാവും പുള്ളിക്കാരൻ പോവാൻ തീരുമാനിച്ചത്. ആന്റി കാരണം അതും ഇല്ലാണ്ടായി. ഭാര്യയും കുഞ്ഞിനെയും കാണുമെന്ന് ഇന്ദ്രേട്ടന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ പോയത് കാര്യമാക്കാതെ മുഹൂർത്തത്തിന് മുമ്പ് ഇന്ദ്രേട്ടൻ അവിടെ എത്തും. എങ്കിലേ ഇന്ദ്രേട്ടന് അനുവേട്ടത്തിയോടും മോനോടും ആത്മാർത്ഥ സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ആ, ശ്യാമേട്ടൻ ഇനി ഓഫീസിലേക്ക് വിട്ടോ. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട. അത് കുഴപ്പമില്ല. ഏതായാലും ഞാൻ വന്നില്ലേ. ഓഫീസിൽ അച്ഛനുണ്ട്, ഇവിടെ ആണെങ്കിൽ വേറെ ആരുമില്ല. അപ്പൊ പിന്നെ അല്ല, മോളെ കുറച്ചു നേരം കൊഞ്ചിച്ച് നിന്റെ കയ്യിൽ നിന്നൊരു കോഫിയൊക്കെ വാങ്ങിച്ചു പിടിച്ചിട്ട് പതുക്കെ പോയാ മതി എന്ന് പറയായിരുന്നു. ആണോ?